കല്യാണം കഴിഞ്ഞ് മധുവിധു പോലും ആഘോഷിക്കുന്നതിന് മുൻപ് കീർത്തി സുരേഷ് തന്റെ സിനിമാ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത്. മഞ്ഞച്ചരടിൽ കോർത്ത താലിച്ചരടോടെ മോഡേൺ വേഷത്തിൽ പ്രൊമോഷന് പങ്കെടുത്ത കീർത്തി സുരേഷിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ ജോലിക്കാണ് പ്രാധാന്യം നൽകുന്നത്. പേഴ്സണൽ ലൈഫ് അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. ഓണത്തിനും വിഷുവിനും മറ്റ് സന്തോഷ നിമിഷങ്ങളിലൊന്നും കുടുംബത്തോടൊപ്പം ഇരിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കുകയായിരുന്നു കീർത്തി സുരേഷ്. ജീവിതത്തിൽ എപ്പോഴും എല്ലാം നമുക്ക് കിട്ടില്ല. ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാൻ എന്റെ വർക്കിന് പ്രയോറിറ്റി നൽകി പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എനിക്ക് വേണമെങ്കിൽ 10 ദിവസം ഞാൻ ഉണ്ടാവില്ല, അതനുസരിച്ച് പ്ലാൻ ചെയ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനുശേഷം ആരെങ്കിലും ഡേറ്റ് വേണമെന്ന് വന്ന് എന്നോട് ചോദിച്ചാൽ കൊടുത്തു പോകും. ഇപ്പോൾ ഡിസംബറിൽ ഒരു ഹോളിഡേ പോകാൻ ഞാനും എന്റെ ഭർത്താവും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ആർക്കെങ്കിലും ഡേറ്റ് കൊടുത്ത് ഞാനത് പൊളിക്കും, കീർത്തി സുരേഷ് പറയുന്നു. സിനിമകളുടെ പരാജയത്തിന്റെ പഴി നടിമാരിൽ അടിച്ചേൽപ്പിക്കുന്നതിനെക്കുറിച്ചും കീർത്തി സുരേഷ് സംസാരിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും നടക്കുന്നതാണ്. എന്റെ ആദ്യത്തെ തമിഴ് സിനിമ തിയേറ്ററിൽ വലിയ വിജയം നേടിയിരുന്നില്ല. രജനി മുരുകൻ റിലീസിന് ലേറ്റായപ്പോഴും പഴി കേട്ടു. ആ സമയത്ത് ചില സംവിധായകരൊക്കെ വിളിച്ചിരുന്നു. ഇല്ല സർ, ഞാൻ രജനി മുരുകൻ എന്ന സിനിമയുടെ റിലീസിന് കാത്തുനിൽക്കുകയാണ്, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പടം നന്നായിട്ട് ഓടിയിട്ട് പോലുമില്ല, എന്നിട്ടും ഞങ്ങൾ അവസരം നൽകാൻ തയ്യാറായി എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ രജനി മുരുകൻ റിലീസായിട്ട് മതി അടുത്ത ചിത്രം എന്നത് എന്റെ തീരുമാനമായിരുന്നു. സിനിമകൾ പരാജയപ്പെട്ടാൽ നടിമാരിൽ പഴി ചുരത്തുന്നതും രാശിയില്ല എന്ന് പറയുന്നതും എല്ലാ കാലത്തും നടക്കുന്നുണ്ട്, കീർത്തി സുരേഷ് പറയുന്നു.